പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 42-ാം ദിനം. അഹന്തകളില്ലാതെ ഗുരുവിനെ കാണാൻ കൈ നിറയെ പൂക്കളുമായി ശിഷ്യനെത്തി. പുഞ്ചിരിയോടെ ഗുരു പറഞ്ഞു, ഉപേക്ഷിക്കുക, ഡ്രോപ്പ് ഇറ്റ്. ഇടത് കൈയിലെ പൂക്കൾ അശുഭകരമാണെന്നോർത്തവൻ അത് താഴെയിട്ടു. ഗുരു പിന്നെയും അവനോട് പറഞ്ഞു, ഇല്ല, ഉപേക്ഷിക്കുക. അപ്പോൾ അവൻ വലത് കൈയിലെ പൂക്കളും താഴെയിട്ടു. ഗുരു വീണ്ടും പറഞ്ഞു, ഉപേക്ഷിക്കുക. അപ്പോൾ അവൻ ശൂന്യമായ കരങ്ങൾ ഉയർത്തി ചോദിച്ചു, ഇനി എന്താണ് ഉപേക്ഷിക്കേണ്ടത്? ഗുരു വ്യക്തമാക്കി, ഈ പൂക്കളല്ല, നിന്റെ അഹംബോധത്തെ ഉപേക്ഷിക്കുക. നോട്ട് ദ ഫ്ലവേഴ്സ് ബട്ട് യുവർ ഈഗോ. ക്രിസ്തു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 16:24. വടക്കേ ഇന്ത്യയിൽ ഒരു ദൈവാലയത്തിനു വെളിയിൽ ഇങ്ങനെയൊരു വാചകം എഴുതി വച്ചിട്ടുണ്ട്: നിങ്ങളുടെ ചെരുപ്പും അഹന്തയും ഉപേക്ഷിച്ചിട്ട് മാത്രം അകത്ത് പ്രവേശിക്കുക. നമ്മുടെയൊക്കെ ദൈവാലയത്തിന് വെളിയിൽ എഴുതി വയ്ക്കാൻ അനുയോജ്യമായ ഒരു വാചകമാണിത്. അഹന്തകളും അഹംഭാവങ്ങളും തൻകാര്യവും കുത്തിനിറച്ച ഹൃദയങ്ങളും മനസ്സുകളുമായി നടക്കുന്ന നമുക്ക് ഈ വലിയ നോമ്പിലെങ്കിലും ഒരു വ്യതിയാനം വേണ്ടേ? നാളെ മുതൽ നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്നു. അഹംബോധത്തെ ഉപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ദൈവബോധത്തെ ഉള്ളിൽ നിറയ്ക്കാനാകൂ. ഒരു വലിയ നിറയ്ക്കലിന് ഒരു വലിയ ശൂന്യമാക്കൽ ആവശ്യമാണ്. അതിനായി നമ്മിലെ ഊതിവീർപ്പിച്ച അഹന്തകളെയും അഹംഭാവത്തെയും നമുക്ക് ഉടച്ചു കളയാം. അപ്പോൾ നമുക്ക് വേണ്ടി സ്വയം ശൂന്യനാക്കിയ കർത്താവ് നമ്മിൽ നിറയും. ആയതിന് ഈ കൊച്ചു ധ്യാനം നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.